ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു BMW കാർ എങ്ങനെ ഡ്രൈവ് ചെയ്യാം, എങ്ങനെ അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം, അപ്പോൾ അതിനകത്തുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം വണ്ടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു 2012 മോഡൽ ഒരു 520D വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയ വണ്ടികളിൽ ഇതിൻ്റെ ഡാഷ്ബോർഡിലും ഇതിലെല്ലാം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ സിസ്റ്റത്തിലും അതിൻ്റെ ഗിയറിൻ്റെ സിസ്റ്റത്തിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഇതിനകത്ത് വരുന്നത് ഒരു ഗിയർ ഇവരുടെ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റെപ്ട്രോണിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇവരുടെ BMW മിക്ക വണ്ടികളിലും വരുന്നത്. ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ. പിന്നെ ഇതിൻ്റെ പാർക്കിംഗ് വെച്ചാൽ നമ്മുടെ ഹാൻഡ് ബ്രേക്കാണ്. ഇത് ഇലക്ട്രോണിക് ആയിട്ടുള്ളൊരു പാർക്കിംഗ് ബ്രേക്കാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇതാണ് ഇതിൻ്റെ. ഇപ്പോൾ സാധാരണ വണ്ടികളിലെ പോലെ തന്നെ നമ്മുടെ കയ്യിൽ മതി സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുക, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായാൽ തന്നെ ഇപ്പോൾ സ്റ്റിയറിംഗ് നേരെ നമ്മൾ നേരത്തെ എവിടെയാണോ വെച്ചിരുന്നത്, നമ്മൾ മുമ്പ് പ്രീവിയസ് ഡ്രൈവിൽ എവിടെയാണോ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതിലോട്ട് വന്ന് നിൽക്കും. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സ്റ്റിയറിംഗ് ഇലക്ട്രിക്കലായിട്ട് തന്നെ നമുക്ക് ടിൽറ്റും ടെലിസ്കോപ്പിക്കും ഒക്കെ ചെയ്യാം. ഇനി ഈ സ്റ്റിയറിംഗ് നമ്മൾ ഇത് മാക്സിമം താഴ്ത്തി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങിപ്പോകുന്നതൊക്കെയാണ്. ഇത് ചെറിയൊരു നല്ലൊരു ഫീച്ചർ. നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ സുഖമാണ്. സ്റ്റിയറിംഗ് നമുക്ക് പൊങ്ങിപ്പോകുമ്പോൾ കാലിലൊന്നും തട്ടത്തില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് ആണിത്. അപ്പോൾ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്ന് നോക്കാം. ഇത് ഇലക്ട്രോണിക് ഒരു പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇത് മേലോട്ട് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെഡ് ലൈറ്റ് തെളിഞ്ഞെടുക്കണം. ഇപ്പോൾ പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ്സിലും കാണാം ഇപ്പോൾ ഈ പാർക്കിലാണ് കിടക്കുന്നത്. പിന്നെ ഇത് താഴത്തോട്ട് അമർത്തി കഴിഞ്ഞാൽ ബ്രേക്ക് പ്രസ് ചെയ്യുന്ന നമ്മുടെ ബ്രേക്ക് പെഡൽ അമർത്തിക്കൊണ്ട് വേണം ഇത് രണ്ടും ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരിക്കും ഇത് റിലീസ് ആവുന്നത് നമുക്ക് കാണാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ വരുന്ന ഇതാണ്. പിന്നെ അത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. RNDMS P ഒക്കെ. ഇപ്പോൾ എന്ന് വെച്ചാൽ R എന്ന് വെച്ചാൽ റിവേഴ്സിലോട്ട് പോകാനായിട്ടും, പിന്നെ N ന്യൂട്രൽ, D മീൻസ് ഡ്രൈവ്, S or M എന്ന് വെച്ചാൽ മാനുവൽ അല്ലെങ്കിൽ സ്പോർട്സ്, പിന്നെ P പാർക്ക്, ഇത് ഒരു അൺലോക്ക്. എന്ന് വെച്ചാൽ ഈ അൺലോക്ക് ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഇതിൻ്റെ ഗിയർ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ P എന്നുള്ളത് നമുക്കിവിടെ തെളിഞ്ഞ് കിടപ്പുണ്ട്. P അത് പാർക്ക് മോഡിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. ഇനി നമുക്കിത് ഗിയറിലോട്ട് ഇപ്പോൾ ഡ്രൈവ് മോഡിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക, നമ്മൾ ബ്രേക്ക് പെഡൽ ചവിട്ടുക, എന്നിട്ട് നമ്മൾ D ചെയ്ത് ഇങ്ങോട്ടാണ് കിടക്കണം അങ്ങോട്ട് ഗിയറിനെ വലിക്കുക, വെച്ചാൽ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ D ഇവിടെ താഴെയാണ് കിടക്കണം. അപ്പോൾ ഗിയറിനെ ഇങ്ങോട്ട് നമ്മൾ വലിക്കുക. ഇപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്യാതെയാണ് അത് വലിച്ചിട്ടത്. അപ്പോൾ സെലക്ട് ഗിയർ സെലക്ട് ചെയ്യണമെങ്കിൽ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ടൊരു മെസ്സേജ് നമുക്ക് അവിടെ തെളിഞ്ഞ് വരും. നമ്മൾ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഡ്രൈവിലോട്ട് മാറിയിട്ടുണ്ട്. ഡിയുടെ അവിടെ നമുക്ക് ഒരു പച്ച ലൈറ്റ് തെളിഞ്ഞ് കിടക്കണം കാണാം. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് നോക്കിയാലും D എന്നും പറഞ്ഞിട്ട് എഴുതിയിരിക്കണം കാണാം. ഇനി നമുക്ക് ഇനി സ്പോർട്സ് മോഡിൽ വെച്ചാൽ ഇച്ചിരി പവറൊക്കെ വേണം നമുക്ക് ഓടിക്കാനായിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് മോഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗിയർ ഈ D പൊസിഷനിലേക്ക് തന്നെ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലോട്ടൊന്ന് തള്ളിയിടുക. അപ്പോഴത്തേക്കും D or M or Sൻ്റെ അവിടെ ഒരു പച്ച ലൈറ്റ് തെളിയും. ഇപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിൽ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് തള്ളിയിട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ DS എന്ന് പറഞ്ഞ് കാണിക്കും. സ്പോർട്സ് മോഡിലോട്ടാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് ഇതിങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഡ്രൈവ് മോഡിലോട്ട് നമുക്ക് കാണാം. പിന്നെ പാർക്കിലിട്ട് കഴിഞ്ഞാൽ P എന്നും പറഞ്ഞാണ്. അപ്പോൾ ഏത് മോഡിലാണോ കിടക്കുന്നത് അത് നമുക്കിവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്കത് അതിൻ്റെ ഇൻഫർമേഷൻ വരും. അപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിലിട്ടു. പിന്നെ നമുക്കിത് മാനുവലായിട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലസ്സും മൈനസും ഉണ്ട്. നമുക്ക് പ്ലസ് മൈനസ് ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ ഗിയറിനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അത് ഗിയർ പ്ലസ് ചെയ്തും, ഇത് മൈനസിൻ്റെ ഭാഗത്തോട്ട് വയ്ക്കുകയാണെങ്കിൽ ഗിയർ ഡൗൺ ആവുകയും ചെയ്യും. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ്സിൽ കാണാം M1 മാനുവൽ ഇപ്പോൾ 1 എന്ന് പറഞ്ഞ ഗിയറിലാണ് കിടക്കുന്നത്. 2, 3, 4, 5, 6, 7, 8 ഇപ്പോൾ 8 ഗിയറാണ് ഇതിനകത്തുള്ളത്. 8 വരെ ഇത് അപ്പാവുന്നതാണ്. ഇത് വണ്ടി മൂവാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് രണ്ടാമത്തെ ഗിയറിലോട്ട് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിനെ മാറ്റിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് റിവേഴ്സ് ഗിയർ വേണമെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ഈ അൺലോക്ക് ബട്ടൺ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്തത് ജസ്റ്റ് Rൻ്റെ അങ്ങോട്ട് നമ്മൾ
പുഷ് ചെയ്യുകയാണെങ്കിൽ അത് റിവേഴ്സിലോട്ട് മാറും. ഇപ്പോൾ നമുക്ക് റിവേഴ്സിലോട്ട് വീണു. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും ഡ്രൈവിലോട്ട് പോകണം. നമ്മൾ വീണ്ടും ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് തന്നെ അൺലോക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് നേരെ ഡിയുടെ അങ്ങോട്ട് ഗിയറിനെ വലിച്ചാൽ മതി. അപ്പോൾ ഡിയിലോട്ട് വീണു. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇത് പാർക്ക് മോഡിലോട്ട് മാറ്റണം. പാർക്ക് മോഡിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ മേളിൽ കാണുന്ന ഒരു പി എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരെ പാർക്കിലോട്ട് വരും. ഇപ്പോൾ റിവേഴ്സിൽ കിടക്കുകയാണെങ്കിലും ഈ പി അമർത്തി കഴിഞ്ഞാൽ ഉടനെ പാർക്കിലോട്ട് വരും. അത് ഡ്രൈവിൽ കിടന്നാലും ഈ ഡി അമർത്തി കഴിഞ്ഞാൽ പാർക്കിലോട്ട് വരും. ഇനി ഡ്രൈവിലല്ല, സ്പോർട്സ് മോഡിൽ കിടന്നാണെങ്കിലും ഈ പി അമർത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് മോഡിൽ തന്നെ വരും. ഇനി നമ്മൾ വണ്ടി ഇപ്പം ഈ സ്പോർട്സ് മോഡിലാണ് അല്ലെങ്കിൽ ഈ ഡ്രൈവ് മോഡിലാണ് കിടക്കുന്നത്. നമ്മൾ വണ്ടി ഡോറ് ആരെങ്കിലും തുറന്ന് ഇപ്പോൾ വണ്ടി നമ്മളിപ്പം നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഡോറ് തുറന്ന് ഇത് മാറ്റാൻ മറന്നു, ഗിയർ മാറ്റാൻ മറന്നു, ജസ്റ്റ് ഡോറ് തുറന്ന് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകത്തില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ടത് പാർക്കിലോട്ട് വരും. ഇപ്പോൾ നമുക്കിവിടെ മെസ്സേജും വരും, അത് വണ്ടി മൂവ് ആകത്തില്ലെന്നും പറഞ്ഞിട്ട്. അത് ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഇതിൻ്റെ. അപ്പം നമ്മളിപ്പം ഡ്രൈവിലിട്ടിട്ട് നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രേക്കിൽ നിന്നൊക്കെ കാലെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പാർക്കിലോട്ട് പോകും. പിന്നെ റിവേഴ്സിലാണെങ്കിലും നമ്മൾ ചിലർ ഡോറ് തുറന്നൊക്കെ നോക്കി റിവേഴ്സൊക്കെ എടുക്കുന്നതാണ്. നമ്മളിപ്പോൾ റിവേഴ്സിനോട്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് പാർക്കിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ ഡ്രൈവിൽ കിടക്കുകയാണെന്ന് വെച്ചു, നമ്മൾ പാർക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തു, വണ്ടി ഓഫ് ചെയ്ത ഉടനെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കിലോട്ട് പോകും. ഡ്രൈവിൽ കിടക്കുമായിരുന്നു, വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കിലോട്ട് വന്നു. കാണിച്ചു തരാം, ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാർക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വണ്ടി ഡ്രൈവ് പൊസിഷനിലാണ് കിടക്കുന്നത്. നമ്മളിനി ഈ ഇതൊന്നും നെക്കി ന്യൂട്രലോട്ട് മാറ്റേണ്ട, ജസ്റ്റ് വണ്ടി ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കായിട്ട് അത് പാർക്കിലോട്ട് മാറിക്കോളും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ പാർക്ക് മിക്കപ്പോഴും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വേണ്ട സമയങ്ങളിൽ ഇത് പാർക്കിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഷിഫ്റ്റ് ആകുന്നതാണ്. ഓക്കെ. ഇപ്പോൾ പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇപ്പോൾ വണ്ടി ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് നോക്കി കഴിഞ്ഞാലും ഇത് പാർക്കിലോട്ട് വരത്തില്ല, ന്യൂട്രലിൽ തന്നെ കിടക്കത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി വീണ്ടും ക്ലോസ് ചെയ്ത് നമ്മൾ വണ്ടി ലോക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഹോൺ ഇങ്ങനെ അടിക്കുന്ന ഒരു സാധ്യത. കാരണം വണ്ടി ലോക്കാകത്തില്ല, എന്നുവെച്ചാൽ വണ്ടി ന്യൂട്രലിൽ കിടക്കുന്നതുകൊണ്ടാണ് വണ്ടി ലോക്കാകാത്തത്. അപ്പോൾ നമ്മൾ വീണ്ടും പാർക്കിലിട്ടാൽ മാത്രമേ വണ്ടി ലോക്കാകത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. വണ്ടി ന്യൂട്രലിൽ കിടന്നു കഴിഞ്ഞാൽ വണ്ടി ലോക്കാകത്തില്ല. വണ്ടി നമ്മൾ ന്യൂട്രലിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് ഡോർ തുറന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് പാർക്കിലോട്ട് വരത്തില്ല. അപ്പോൾ ന്യൂട്രലാണെങ്കിൽ ഇപ്പോൾ ആറിലും ഡ്രൈവിലോ സ്പോർട്സ് മോഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോർ തുറന്ന ഉടനെ അത് പാർക്കിലോട്ട് വരും. കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ടിങ് ആണ്, സ്പോർട്സ് മോഡിലാണ് കിടക്കുന്നത്. നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കിലോട്ട് വരുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇത് ന്യൂട്രലാണെങ്കിൽ അത് പാർക്കിലോട്ട് വരത്തില്ല. വണ്ടി ഓഫ് ചെയ്ത് ഡോർ തുറന്നാലും അത് പാർക്കിലോട്ട് വരത്തില്ല. പക്ഷേ നമുക്കിവിടെ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് കാണിക്കും. ഇവിടെ എവിടെയും കാണിക്കും പൊസിഷൻ നമുക്ക് മെസ്സേജ് വരും. വണ്ടി ലോക്കാകത്തുമില്ല. അപ്പം ഇതിങ്ങനെ ശ്രദ്ധിക്കുക. അപ്പം വണ്ടി ലോക്കാണെങ്കിൽ പാർക്ക് മോഡിലോട്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ച് നല്ലൊരു ഫീച്ചേഴ്സൊക്കെയാണ് ഈ BMW നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ട്രാൻസ്മിഷൻ്റെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്കറിയാവുന്ന കൂട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം.